ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ സ്പെഷ്യൽ വ്ലോഗൊന്നുമല്ല, റംലാൻ്റെ ഷോപ്പിങ്ങാണ്. നമ്മൾക്ക് കുറച്ച് സാധനങ്ങൾ അധികം മേടിക്കാനുണ്ട്. അപ്പോൾ ഞാനും ഇക്കായും മോനും കൂടെ സ്കൂട്ടിയിൽ പോകുന്നുണ്ട്. ഉമ്മിയും മൂത്തുമായും വാപ്പിയും മോളും കൂടെ ഓട്ടോയിലും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ അവിടെ ചെന്നിട്ട് ട്രോളി പിടിക്കാൻ വേണ്ടി പോകുന്ന പോക്കാണിത്. അപ്പോൾ ബിസ്മിയിലേക്കാണ് പോകുന്നത്. ബിസ്മിയിലാണ് ഒടുക്കത്തെ ഓഫറാണ്. അങ്ങനെ റംലാൻ സ്പെഷ്യലായിട്ടുള്ളൊരു ഓഫേഴ്സൊക്കെയാണ് കേട്ടോ കേട്ടിരിക്കുന്നത്. ചോക്ലേറ്റ്സ് ആണെങ്കിൽ എണ്ണ അങ്ങനെയുള്ള സാധനങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേക്കും ഈ വലിച്ചുകൊണ്ട് പോകുന്ന ട്രോളി ഒന്നുമില്ല. അങ്ങനെ കുറേ നേരം അവിടെ സമയം പോയി. പിന്നെ അത് 5 കിലോ സൺഫ്ലവർ ഓയിൽ, 5 കിലോ പഞ്ചസാര, 5 കിലോ പൊൻകതിറിൻ്റെ റോസ്റ്റഡ് അപ്പപ്പൊടിയും കൂടെ 700 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ ആശീർവാദിൻ്റെയൊക്കെ 375 രൂപയുള്ളൂ 10 കിലോ പാക്കറ്റൊക്കെ. അങ്ങനെ ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ട്. സൺഫ്ലവർ ഓയിൽ 1 kg 143 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ഞങ്ങൾ 2 ട്രോളിയിലായിട്ടാണ് സാധനം മേടിച്ചത്. കാര്യം ഇതേ കിട്ടിയുള്ളൂ. ഞങ്ങൾ 2 വണ്ടിയാണ് നോക്കിയത്, പക്ഷേ ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞു, ഞാൻ സാധനം മേടിക്കാം, നീ ഒരു കാര്യം ചെയ്യും, ക്യൂ നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ അത് ഒരുപാട് പേയ്മെൻറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ കുറേ അധികം സാധനം എടുത്തിട്ട് എന്നോട് പറഞ്ഞു, നീ ഇന്ന് അങ്ങോട്ട് പോയി ക്യൂ നിന്നു, ഞാൻ അപ്പോഴത്തേക്കും ഞാൻ ഓരോന്നോരോന്ന് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പോയി അവിടെ പോയി ക്യൂ നിന്ന്. ഞാൻ വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് ക്യൂ നിന്നിട്ട് ഞാൻ ഇങ്ങോട്ട് മാറി നിന്ന് സാധനം അവിടെ വെച്ചിട്ട് അവിടെ പോയി കസേര ഇട്ടിരുന്നു. കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നുണ്ടല്ലോ. ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ പോയി ക്യൂ നിന്നത്. അങ്ങനെ അവിടെ നിന്ന് നേരെ ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്തു. കുറേ നേരം കഴിഞ്ഞിട്ടോ ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ലാഭമേളയിൽ വന്നിട്ട് ഇതേപോലെ പ്ലേറ്റ്, ഇങ്ങനെ സമൂസയൊക്കെ പൊരിച്ചെടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഒരുപാട് മേടിച്ചിട്ട് എൻ്റെ മോൾ അവിടെ എൻ്റെ പുറകെ നടന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തിരിച്ചു വന്ന് പാപ്പി പറയുന്നത്, ഞാൻ മടുത്ത്, ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വന്ന സ്കൂട്ടി ഞാൻ കൊണ്ടുപോവുകയാണ്, ഫോട്ടോയുമായിട്ട് നിങ്ങൾ സാധനമൊക്കെ മേടിച്ച് പതുക്കെ വീട്ടിൽ പോയിക്കോളാം പറഞ്ഞു. അങ്ങനെയുള്ള പാപ്പി സാധനങ്ങളൊക്കെ നാരങ്ങ, ബീറ്റ്റൂട്ട്, തക്കാളി, കൊച്ചുള്ളിൻ്റെ ഇടകളൊക്കെ. അപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം, ഒന്നും മിസ്സായിട്ടില്ലല്ലോ അല്ലേ? ഓക്കെ.